വിക്രം 1 ആണ് ചരിത്രം രചിക്കുന്നത്. എന്തായാലും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു നിമിഷത്തിലേക്കാണ് നമ്മളിപ്പോൾ കടക്കുന്നത് എന്നുള്ളതാണ്. രാജ്യത്തെ ആദ്യ സ്വകാര്യ ബഹിരാകാശ റോക്കറ്റ് വിക്ഷേപണമാണ് ഉടൻ ശ്രീഹരിക്കോട്ടയിൽ നിന്നും നടക്കുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായ സ്കൈ റൂട്ട് കമ്പനി വികസിപ്പിച്ച വിക്രം 1 ആണ് ചരിത്രം രചിക്കുന്നത്. ഒരുപാട് നേട്ടങ്ങൾ രാജ്യത്ത് ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ അതിന്റെ ചടങ്ങുകളിലേക്ക്, അതിന്റെ ആ സമയത്തിലേക്ക് ഇപ്പോൾ കടക്കുകയാണ്. വളരെ ചരിത്രപരമായിട്ടുള്ള മുഹൂർത്തമാണ്. ഹരിത വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഹരിത, നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരെയും സംബന്ധിച്ച് അഭിമാനകരമായിട്ടുള്ള ഒരു ചരിത്ര മുഹൂർത്തമാണ്. ഒരു സ്വകാര്യ റോക്കറ്റ് വിക്ഷേപണ കമ്പനിയിൽ നിന്നും അത്തരത്തിൽ സ്കൈ റൂട്ട് കമ്പനി വികസിപ്പിച്ച വിക്രം 1 ഇപ്പോൾ അത് വിക്ഷേപണത്തിനായി തയ്യാറെടുക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് അവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്? രാജ്യത്ത് തന്നെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ റോക്കറ്റിന്റെ വിക്ഷേപണമാണ് ഇപ്പോൾ ശ്രീഹരിക്കോട്ടയിൽ നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള സ്കൈ റൂട്ട് കമ്പനി വികസിപ്പിച്ച വിക്രം 1 രാവിലെ 11:30യോടെയായിരിക്കും വിക്ഷേപണത്തിന് ഒരുങ്ങുക. അല്പസമയത്തിനകം തന്നെ വിക്ഷേപിക്കും. രാജ്യത്തെ സ്വകാര്യ മേഖലയിൽ ആദ്യമായി വികസിപ്പിച്ച ഓർബിറ്റൽ ക്ലാസ് റോക്കറ്റ് എന്നൊരു പ്രത്യേകതയും കൂടി ഇതിനുണ്ട്. മിഷൻ ആഗമൻ എന്ന ദൗത്യം ഇന്ത്യൻ ബഹിരാകാശ രംഗത്ത് ഒരു പുതിയ അധ്യായത്തിനാണ് ഇതോടെ തുടക്കമിടുന്നത്. വിക്രം 1 എന്തായാലും കുതിച്ചുയരുന്നത് APJ അബ്ദുൽ കലാമിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നിന്നും ആദ്യ ഉപഗ്രഹ വിക്ഷേപം നടത്തിയതിന്റെ ഒരു വാർഷികത്തിലാണ് എന്നുള്ളൊരു പ്രത്യേകതയും കൂടെ ഇതിനുണ്ട്. എന്തായാലും ചരിത്രത്തിലേക്ക് കുതിക്കാനുള്ള വിക്രം 1ന്റെ വളരെ വലിയൊരു നേട്ടം എന്നുള്ള രീതിയിലുമാണ് ഇതിനെ കാണുന്നത്. എന്തായാലും മാലിന്യ പ്രശ്നം, അതുപോലെ തന്നെ ഭൂമിയിലും അന്തരീക്ഷത്തിലും ഒക്കെ ഉള്ള ബഹിരാകാശത്തെയും ഒക്കെയുള്ള മാലിന്യ പ്രശ്നങ്ങൾക്കും ഒക്കെ വലിയ രീതിയിലുള്ളൊരു തടയിടാനും അല്ലെങ്കിൽ അതിന്റെ പര്യവേക്ഷണങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടാണ് വിക്രം 1 ഇതിലേക്ക് പോകുന്നത്. കാലഹരണപ്പെട്ട ഉപഗ്രഹങ്ങളും റോക്കറ്റ് അവശിഷ്ടങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന മാലിന്യ പ്രശ്നം, അതുപോലെ തന്നെ ഇത്തരം വെല്ലുവിളികളെയൊക്കെ എങ്ങനെ മാറ്റാം, എങ്ങനെ നേരിടാം എന്നുള്ളൊരു പരിശോധനയും ഗവേഷണവും ഒക്കെ ആയിരിക്കും ഇത് നടത്തുന്നത്. ഉപഗ്രഹങ്ങളുടെ അവശിഷ്ടങ്ങളുടെ ഒക്കെ സഞ്ചാരം മണിക്കൂറിൽ ഏതാണ്ട് 28,000 കിലോമീറ്റർ വേഗതയിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാങ്കേതികതകളെയൊക്കെ വളരെ വിദഗ്ധമായി വിശകലനം ചെയ്തിട്ട് ചെയ്യുന്നുള്ളൊരു പദ്ധതിയും കൂടെയാണ് വിക്രം 1 എന്നാണ് സ്വാതി അറിയാൻ കഴിയുന്നത്. രാജ്യത്തെ ആദ്യ സ്വകാര്യ ബഹിരാകാശ റോക്കറ്റ് വിക്ഷേപണം ഉടൻ ശ്രീഹരിക്കോട്ടയിൽ നടക്കും. ഹൈദരാബാദ് ആസ്ഥാനമായ സ്കൈ റൂട്ട് കമ്പനി വികസിപ്പിച്ച വിക്രം 1 ആണ് ചരിത്രം രചിക്കുന്നത്. അതായത് ഇപ്പോൾ ബഹിരാകാശം വൃത്തിയാക്കാനുള്ള റോബോട്ടിക് കൈകളും ഈ വിക്രം 1-നുണ്ട് എന്നുള്ളതാണ്. മാലിന്യങ്ങൾ, ബഹിരാകാശത്ത് കുമിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ ഈ റോക്കറ്റുകളും മറ്റും ഒക്കെ വിക്ഷേപിച്ചു. എന്നാൽ അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ ഇത്തരത്തിൽ അവിടെ ഉണ്ടാകും. അവിടെ അതും ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ടാകും. അത് വലിയ തരത്തിലുള്ള ഈ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റുകളുടെയൊക്കെ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യും. അത്തരം മാലിന്യം ഒക്കെ നീക്കാൻ സഹായകമാകുന്ന കൈകളൊക്കെയുള്ള ഒരു റോക്കറ്റാണ് ഇപ്പോൾ വിക്ഷേപിക്കുന്നത് ശ്രീഹരിക്കോട്ടയിൽ നിന്നും. ആദ്യ സ്വകാര്യ ബഹിരാകാശ റോക്കറ്റ് വിക്ഷേപണം കൂടിയാണിത്. ഹൈദരാബാദ് ആസ്ഥാനമായ സ്കൈ റൂട്ട് കമ്പനി വികസിപ്പിച്ച വിക്രം 1 എന്നുള്ള റോക്കറ്റാണ് ഇപ്പോൾ വിക്ഷേപിക്കുന്നത്. ഇതൊരു ചരിത്രവുമാണ്. ഹരിത, തുടരാം. മിഷൻ ആഗമന്റെ വിക്ഷേപണം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. മിഷൻ താൽക്കാലികമായിട്ട് പോസ് ചെയ്തിരിക്കുന്ന എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നു. കൗണ്ട് ഡൗൺ എന്തായാലും നിർത്തിവെച്ചിരിക്കുകയാണ്. റോക്കറ്റിന്റെ എല്ലാ ഘട്ടങ്ങളും സുരക്ഷാ പരിശോധനകളും അതുപോലെ തന്നെ ഫ്ലൈറ്റ് പാത്ത് ക്ലിയറൻസുകളൊക്കെ വിജയകരമായി പൂർത്തിയാക്കിയതായിരുന്നു. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ മാത്രമേ വിക്രം 1 ശ്രീഹരിക്കോട്ടയിൽ നിന്നും കുതിച്ചുയരുന്നെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇത് താൽക്കാലികമായി കൗണ്ട് ഡൗൺ നിർത്തിവെച്ചിരിക്കുകയെന്നാണ് പറയുന്നത്. ഇത് ISROയുടെ സംഭവത്തിൽ ISROയുടെ ഒരു രീതിയിൽ ഇത് അത്യപൂർവമായിട്ടുള്ള സംഭവമാണെന്നാണ് സ്വാതി കണക്കാക്കുന്നത്. അപ്പോൾ ഏറ്റവും പുതിയ വിവരം അനുസരിച്ചാണെങ്കിൽ മിഷൻ ആഗമൻ നിർത്തിവെച്ചിരിക്കുന്നു, കൗണ്ട് ഡൗൺ നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ തരത്തിലുള്ള സുരക്ഷാ പരിശോധനയും മുൻപൊക്കെ കഴിഞ്ഞതാണ്, പൂർത്തിയതാണ്. എങ്കിൽ പോലും കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ മാത്രമേ റോക്കറ്റ് വിക്ഷേപണം നടത്തൂ എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇപ്പോൾ മിഷൻ ആഗമണിന്റെ കൗണ്ട് ഡൗൺ നിർത്തിവെച്ചിരിക്കുന്നു. ഒരു പ്രതിസന്ധി അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അവിടെ നിന്നും മനസ്സിലാക്കുന്നത്. രാജ്യത്തെ ആദ്യ ഓർബിറ്റൽ സ്വകാര്യ ബഹിരാകാശ റോക്കറ്റ് വിക്ഷേപണമായിരുന്നു ഇന്ന് ശ്രീഹരിക്കോട്ടയിൽ നിന്നും നടത്തുന്നത്.
നടത്താനായിട്ടിരുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്കൈ റൂട്ട് എയ്റോസ്പേസ് വികസിപ്പിച്ച വിക്രം 1 ആണ് ശ്രീഹരിക്കോട്ടയിൽ നിന്നും ഇന്ന് രാവിലെ 11:30 ഈ ഒരു സമയത്ത് കുതിച്ചുയരാൻ തയ്യാറെടുത്തിരുന്നത്. എന്നാൽ അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന വിവരങ്ങൾ. കൗണ്ട് ഡൗൺ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. അതിന്റെ മറ്റ് വിശദാംശങ്ങളൊക്കെ ലഭ്യമാകുന്നതേ ഉള്ളൂ. മിഷൻ ആഗമൻ എന്ന് പേരിട്ടിരിക്കുന്ന ചരിത്ര ദൗത്യത്തിനായി സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ ലോഞ്ച് പാഡിലായിരുന്നു ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായതും അതിന്റെ മറ്റ് സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം എന്തെങ്കിലും അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നെല്ലാം പരിശോധിച്ച് അതിനുശേഷമാണ് ഈ വിക്ഷേപണം നടത്താനായിട്ട് അതിൽ തയ്യാറെടുപ്പ് നടന്നത്. എന്നാൽ കൗണ്ട് ഡൗൺ നിർത്തിവെച്ചിരിക്കുന്നു. ചെറിയൊരു പ്രതിസന്ധി അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇന്ന് ഇതുവരെ ഇത്രയും കാലം ഇന്ത്യയിൽ നിന്നും ISRO വികസിപ്പിച്ച റോക്കറ്റിലായിരുന്നു രാജ്യത്തിന്റെ ഉപഗ്രഹ വിക്ഷേപണങ്ങൾ. എന്നാൽ മിഷൻ ആഗമൻ യാഥാർത്ഥ്യമാകുന്നതോടെ അതിന് മാറ്റം വരും എന്നാണ് പറഞ്ഞത്. 24 മീറ്റർ ഉയരമുള്ള റോക്കറ്റിന് 350 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹങ്ങളെ വഹിച്ച് ബഹിരാകാശത്തേക്ക് കുതിക്കാനാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ബഹിരാകാശത്ത് കുമിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യാൻ സാധിക്കുന്ന യന്ത്ര കൈകൾ കൂടി ഈ ഒരു റോക്കറ്റിന് ഉണ്ട് എന്നുള്ള സവിശേഷത കൂടിയുണ്ട്. അത്തരത്തിൽ വലിയ സവിശേഷതകളോടുകൂടി ഒരു ചരിത്ര മുഹൂർത്തത്തിനാണ് നമ്മൾ കാത്തിരുന്നത്. എന്നാൽ അതിൽ ചെറിയൊരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു. കൗണ്ട് ഡൗൺ നിർത്തിയിരിക്കുന്നു. ദൗത്യത്തിന് 5 മിനിറ്റ് ബാക്കിയുള്ളപ്പോഴാണ് ഈ ഒരു കൗണ്ട് ഡൗൺ നിർത്തിവെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു പ്രതിസന്ധി ഉണ്ട് എന്നുള്ളതാണ്. കാലാവസ്ഥയടക്കം അനുകൂലമാണെങ്കിൽ മാത്രമേ റോക്കറ്റ് വിക്ഷേപണം സാധ്യമാകൂ എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇത് കൗണ്ട് ഡൗൺ നിർത്തിവെക്കാനുള്ള കാര്യം എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ വിവരങ്ങൾ ഈ ഒരു സമയത്ത് ലഭ്യമാകേണ്ടതുണ്ട്. മിഷൻ ആഗമൻ എന്ന് പേരിട്ടിരിക്കുന്ന ദൗത്യമാണ് നമ്മളെല്ലാവരും ഏറെ ആകാംക്ഷയോടെയും കാത്തിരുന്ന നിമിഷമായിരുന്നു. അതൊരു കാരണം ആദ്യമായിട്ടാണ് ഒരു സ്വകാര്യ റോക്കറ്റ് വിക്ഷേപണം നടക്കുന്നത്. പക്ഷേ അതിൽ ചെറിയൊരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു. ഹരിത, എന്താണ് ഒരു പ്രതിസന്ധി ഉണ്ടാവാനുള്ള കാരണം? കേവലം 5 മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോഴാണ് കൗണ്ട് ഡൗൺ നിർത്തിവെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് അവിടെ ഇപ്പോൾ സംഭവിച്ചത് എന്നുള്ള വിവരം ലഭ്യമാണോ? Combined effect of aerodynamic loads, engine thrust, wind gust, and due to different steering maneuvers, the teams or the designers deliberately give some flexion, or like they make rockets slightly less rigid so that it can actually bend along its length throughout the flight. This is intentional, that designing an absolutely rigid rocket would make it significantly heavier and less efficient, and it also creates a complex engineering challenge. എന്താണ് ഇപ്പോൾ ഒരുപാട് ആളുകൾ കാത്തിരിക്കുകയൊക്കെ ചെയ്തതാണ്, പക്ഷേ ഇപ്പോൾ ഇതിനൊരു പ്രതിസന്ധി ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് കൗണ്ട് ഡൗൺ നിർത്തിവെക്കാനുള്ള കാരണം? കൗണ്ട് ഡൗൺ 5 മിനിറ്റ് മുമ്പാണ് വിക്ഷേപണം തടസ്സപ്പെടുത്തി അല്ലെങ്കിൽ നിർത്തിപ്പെട്ടതായിട്ട് പറയുന്നത്. ഇത് പരിശോധനകൾ തുടർന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ കാര്യങ്ങൾ വിശദമായിട്ട് അറിയാൻ സാധിക്കും. മുൻകരുതൽ നടപടിയുടെ ഭാഗമായിട്ടാണ് കൗണ്ട് ഡൗണിന് മുമ്പ് നിർത്തിയതെന്നാണ് സ്കൈ റൂട്ട് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ISROയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം വരും മണിക്കൂറുകളിൽ മാധ്യമങ്ങളെ കാണും. അതിനുള്ളിൽ ആ കാര്യത്തിൽ തന്നെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്നാണ് സ്വാതി ഇപ്പോൾ കരുതുന്നത്. അപ്പോൾ ഈ വിക്ഷേപണത്തിൽ തടസ്സമുണ്ടായി എന്ന് തന്നെയാണോ ഈ സമയത്ത് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നത്? പരിശോധനയിൽ സാങ്കേതികമായിട്ടുള്ള തകരാറുകൾ എന്തോ കണ്ടെത്തിയതിനെ തുടർന്നിട്ടാവാം കൗണ്ട് ഡൗൺ നിർത്തിവെച്ചതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും വരും മണിക്കൂറിനുള്ളിൽ ഇതിന്റെ വിശദമായിട്ടുള്ള പൂർണ്ണ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് സ്വാതി കരുതുന്നത്. അപ്പോൾ എന്തായാലും ഇന്ത്യയുടെ സ്വകാര്യ ബഹിരാകാശ മേഖലയിൽ പുതിയൊരു ചരിത്ര അധ്യായം കുറിക്കേണ്ടതായിരുന്നു ഇന്ന്. അതിലൊരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. സാങ്കേതികമായിട്ടുള്ള തകരാറാണോ അതോ കാലാവസ്ഥയുടെ പ്രശ്നമാണോ? എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് നടക്കാത്തത്, വിക്ഷേപണത്തിലേക്ക് കാര്യങ്ങൾ കടക്കാത്തത് എന്നുള്ളതാണ്. ഒരുപാട് കുട്ടികളടക്കം, സ്കൂൾ കുട്ടികളടക്കം ഈ ഒരു വിക്ഷേപണം കാണുവാനായി അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്നാൽ ഇപ്പോൾ വിക്ഷേപണം നടക്കുന്നില്ല. അതിൽ പ്രതിസന്ധിയുണ്ട്. ഇത് വിക്ഷേപണം നടക്കേണ്ട ഒരു 5 മിനിറ്റിന് മുൻപാണ് കൗണ്ട് ഡൗൺ നിർത്തിവെച്ചത്. അതോടുകൂടിയാണ് പ്രതിസന്ധി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. എന്താണ് പക്ഷേ പ്രശ്നം? സാങ്കേതിക തകരാറാണോ അതോ കാലാവസ്ഥയിലുള്ള പ്രശ്നമാണോ? എന്തുകൊണ്ടാണ് ഇതിപ്പോൾ നടക്കാത്തത് എന്നുള്ള കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ ISROയിലുള്ള ആളുകൾ അതിൽ മാധ്യമങ്ങളോട് ഇക്കാര്യത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. സുജിത് ചന്ദ്രൻ കൂടി ചേരുകയാണ്. സുജിത്ത്, നമ്മൾ എല്ലാവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. ഒരു ചരിത്ര ദൗത്യത്തിലേക്ക് കടക്കാനായിട്ട് ഒരുങ്ങുകയായിരുന്നു ഒരു സ്വകാര്യ റോക്കറ്റ് വിക്ഷേപണം എന്നുള്ളത്. പക്ഷേ അതിൽ ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുമെന്നു എന്നാണ് അവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സാങ്കേതിക തകരാർ അല്ലെങ്കിൽ കാലാവസ്ഥയുടെ പ്രശ്നം. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് നടക്കാത്തത്, വിക്ഷേപണം നടക്കാത്തത്? 5 മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോഴാണ് കൗണ്ട് ഡൗൺ നിർത്തിവെച്ചിരിക്കുന്നത്. അവിടെ നിന്നും ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ്?
സ്വാതി, ISROയുടെ മിഷനുകളുടെ ചരിത്രത്തിൽ ഇത് പൂർണ്ണമായും ISROയുടെ മിഷൻ അല്ലെങ്കിൽ പോലും ഇത്തരത്തിൽ കൗണ്ട് ഡൗൺ പാതി വഴിയിൽ നിർത്തിവെക്കുന്നത് അപൂർവമായ ഒന്ന് തന്നെയാണ്. ഒരുപക്ഷെ കാലാവസ്ഥയുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവസാന നിമിഷമുണ്ടായ എന്തെങ്കിലും തരത്തിലുള്ള സാങ്കേതികമായ പ്രശ്നങ്ങളോ ആകാം കാരണം. ഏതായാലും ഈ മിഷൻ ഡയറക്ടർ മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം ഉണ്ടാകും. ഏതാണ്ട് ഒരു 5 മിനിറ്റ് ബാക്കിയുള്ളപ്പോഴാണ് ഇതിപ്പോൾ ഈ കൗണ്ട് ഡൗൺ നിർത്തിവെച്ചിരിക്കുന്നത്. 5 മിനിറ്റിനുള്ളിൽ തുടരും എന്നാണ് അറിയിക്കുന്നത്. PSLVയും അതേപോലെ SSLVയും ലോഞ്ച് ചെയ്യുന്ന ശ്രീഹരിക്കോട്ടയിലെ 1-ാം നമ്പർ ലോഞ്ച് പാഡിൽ നിന്നാണ് ഈ റോക്കറ്റിന്റെ വിക്ഷേപണം നടക്കാറുള്ളത്. രാജ്യത്തെ ആദ്യ സ്വകാര്യ നിർമ്മിത ഓർബിറ്റൽ ക്ലാസ് റോക്കറ്റാണ് വിക്രം 1. ഒരുപക്ഷെ ലോഞ്ച് പാഡിൽ നിന്ന് ഇത് മുകളിലേക്ക് ഉയരാൻ കഴിയുകയാണെങ്കിൽ ഇതൊരു വിജയമായി തന്നെയാണ് കണക്കാക്കുക. കാര്യം സ്വകാര്യ ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ സ്കൈറൂട്ട് എയറോസ്പേസ് ആണ് ഇപ്പോൾ ഈ റോക്കറ്റ് നിർമ്മിച്ചതും അത് വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നതും. നമുക്കറിയാം കൊമേഴ്സ്യൽ രംഗത്തേക്കുള്ള ഇസ്രോയുടെ കടന്നുവരവിന് ശേഷം നിരവധി വിദേശ ഉപഗ്രഹങ്ങൾ നമ്മൾ PSLVയും SSLVയും ഉപയോഗിച്ച് ഭ്രമണപഥത്തിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും പൂർണ്ണമായും ഒരു സ്വകാര്യ ഏജൻസി നിർമ്മിക്കുന്ന ഒരു റോക്കറ്റ് ഈ ശ്രീഹരിക്കോട്ടയുടെ ലോഞ്ച് പാഡിൽ നിന്ന് വിക്ഷേപിക്കുന്നത് ഇതാദ്യമാണ്. 12 മീറ്റർ നീളവും 24 ടൺ ഭാരവുമുള്ള റോക്കറ്റിന് ഭൂമിയോട് ഏറ്റവും അടുത്ത ഭ്രമണപഥത്തിൽ 450 കിലോഗ്രാം വരെ ഭാരമുള്ള ഉപഗ്രഹങ്ങളെ എത്തിക്കാൻ സാധിക്കുമെന്നാണ്. ഇസ്രോയുടെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഇത്തരത്തിലൊരു വിക്ഷേപണം നടത്തുക എന്നാൽ ഈ സ്വകാര്യ മേഖലയും അതേപോലെ ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയും കൈകോർക്കുന്ന ഈ ഒരു രംഗത്ത് വലിയ വഴിത്തിരിവുകളും അതേപോലെ അതിന്റെ ഒരു